ഇന്നത്തെ ഹല്ലേലൂയ ആലോചനയായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചത് 1 തിമോഥെയോസ് 1:18-19. 1 തിമോഥെയോസ് 1:18-19. തിമോഥെയോസ് 1:10. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും തപ്പുന്നവരുണ്ട്. കാരണം പരിചയമില്ല എവിടാണെന്നില്ലേ. അതുകൊണ്ട് എല്ലാവരും എടുത്തോ. ബൈബിളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടത്, പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്കുള്ളത് ഏൽപ്പിക്കുന്നത്. ഞാൻ ആത്മാവിനെയാണ് ആശ്രയിക്കുന്നത്. ആത്മാവ് ചുരുക്കം സമയമാണെങ്കിലും അത് കൈമാറും. അതുകൊണ്ട് ഓരോരുത്തരും പറ, കർത്താവേ എനിക്കുള്ളത് ഇന്ന് എന്നോട് സംസാരിക്കണം. ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ കർത്താവുമേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ വിലയേറിയ വചനത്തിൻ്റെ മുമ്പിൽ വരുന്ന കർത്താവേ, ആകാശം ഭൂമി മാറിപ്പോയാലും അങ്ങയുടെ വചനം മാറ്റമില്ലല്ലോ. കർത്താവേ, ഞങ്ങൾ വായിക്കുന്നവരായി മാത്രമല്ല പ്രവർത്തിക്കുന്നവരായി തീരാൻ കൃപ കർത്താവേ, കൃപ തരണമേ. അനേകർ വീണുകൊണ്ടിരിക്കുന്ന, വിശ്വാസ കപ്പൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ പോർക്കളത്തിൽ കർത്താവേ, വിശ്വാസത്തിന് വേണ്ടി നല്ല പോർ ചെരിയാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചാട്ട് മാനവും മഹത്വം എടുക്കണമേ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പൗലോസിൻ്റെ നിജപുത്രനായിരുന്നു, ആത്മീയ പുത്രനായിരുന്നു. ആമേൻ. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം, മിക്കവാറും ഉള്ളവർക്കെല്ലാം കുഞ്ഞുങ്ങളുണ്ട്. എത്ര പേർക്ക് ആത്മീയ പുത്രന്മാരും പുത്രിമാരും ഉണ്ട്? എന്നെ നോക്കുന്ന എന്താ? ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം കർത്താവിനെ കണ്ടിട്ടുള്ള, സുവിശേഷം പറഞ്ഞിട്ട് കർത്താവിങ്കിലേക്ക് വന്ന് അവിടെ ചെല്ലുമ്പം ബാങ്കിൻ്റെ ബാലൻസ് അല്ല ചോദിക്കുന്നത്, ഏത് വീടെന്നുള്ളതല്ല, എത്ര മെമ്പേഴ്സ് ചർച്ചെന്നല്ല ഈ ദിവസങ്ങളിൽ ചോദിക്കുന്നത്, ആത്മാക്കളുടെ കണക്കാണ്. ഈ പൗലോസ് എഴുതുമ്പം ഗലാത്യർ 4:19 പറയുമ്പം ക്രിസ്തു നിങ്ങളിൽ ഉളവാകുവോളം എന്താണ്? പ്രസവ വേദന എടുത്തു. ഓ വാ, കർത്താവ് ഒരു പറഞ്ഞിട്ട് പോവുകയല്ല, സുവിശേഷം പറഞ്ഞ് ഒരിക്കൽ ട്രാക്സ് കൊടുക്കുകയല്ല. അവർ വളർന്ന് ക്രിസ്തുവിനെ പോലെ ആകുന്നവരെയും ഒരാത്മഭാരം. ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവ് ഈ ദേശത്തിലെ ആമേൻ ഇതുവരെയും ക്രിസ്തുവിനെ അറിയാത്തവരെ കുറിച്ചുള്ള ഒരാത്മഭാരം നിങ്ങളിൽ തരട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾക്കുള്ള അവധികളിൽ ആമേൻ, പൂച്ചയായിട്ട് പറയില്ല, ഈ ഓടുന്നതിൻ്റെ അമേരിക്കയിൽ നിന്നൊക്കെ വരുമ്പം ആമേൻ ഹല്ലേലൂയ. ഞാൻ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ 2-3 ദിവസം ഷോപ്പിങ്ങിനാണ് പോകുന്നത്. ജയലക്ഷ്മി ചീമാട്ടി. കാരണം വല്ലപ്പോഴും ഒക്കെ വരുമ്പോഴേ ഇന്ത്യയിലെ ഈ ചുരിദാറും കാര്യങ്ങളുമൊക്കെ മേടിക്കത്തുള്ളൂ. നല്ല വസ്ത്രമൊക്കെ ഇട്ട് നടക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായ ആളായതുകൊണ്ട് ഞാൻ പറയുമായിരുന്നു, പരിശുദ്ധാത്മാവ് എന്നോട് പ്രസംഗിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരിക്കൽ ഹല്ലേലൂയ 2-3 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പെട്ടെന്ന് അതിനു വേണ്ടി പോകുമ്പോൾ മീറ്റിംഗ് ആരാണ്ട ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് കൊടുക്കാനൊക്കത്തില്ല, കാരണം എൻ്റെ ഷോപ്പിങ്ങിൻ്റെ കാരണം വരുന്ന സമയത്ത് വല്ലതും തയ്ക്കാൻ കൊടുത്താലേ പോകാറാകുമ്പോഴത്തേക്കും കൊടുക്കത്തുള്ളൂ. ആമേ എന്ന് പറഞ്ഞു. എന്നോട് പരിശുദ്ധാത്മാവ് ഞാൻ കയറിക്കൊണ്ടിരുന്നപ്പം, ജയലക്ഷ്മിയുടെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, വയലിലെ താമരെ ഉടുപ്പിക്കാൻ അറിയത്തില്ലയോ? ഞാൻ നിന്നെയും ഉടുപ്പിച്ചോളാം, നീ എൻ്റെ ജോലി ചെയ്യുക. ഞാൻ വിളിച്ച സുവിശേഷം അറിയിക്കുവാൻ ബദ്ധപ്പാടോടുകൂടുക. സമയം വരുന്നു, രാത്രി വരുന്നു, ആമേൻ, പ്രവർത്തിക്കാൻ കഴിയാത്ത
കേരളത്തിൽ സ്വസ്ഥമായിരിക്കുമ്പോൾ ഇനി സുവിശേഷം അറിയിക്കാൻ വയ്യാത്ത, ആമേൻ, ഹല്ലേലൂയ, രാത്രി വരുന്നു, സ്വാതന്ത്ര്യമില്ലാതെ വരുന്നു. പക്ഷേ നമ്മുടെ ചുറ്റുപാടും അനേകർ ഈ ക്രിസ്തുവിനെ ഒന്നും നോക്കാതെ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ അറിയാത്ത അനേകരുണ്ട് കേട്ടോ. നീ എൻ്റെ കാര്യം, എൻ്റെ മാതാവും പിതാവും, ഞാൻ ഓർക്കുമായിരുന്നു ഇത്രയും സ്നേഹം ഈ ദൈവത്തോടെങ്ങനെയാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഞങ്ങളെ ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിച്ച് ദേശങ്ങളിൽ അവർ, ഹല്ലേലൂയ, കുന്നുകളിലും എല്ലാവരും കാറേ നടക്കുമ്പം പണമില്ലാഞ്ഞിട്ടല്ല, ആ സ്കൂട്ടറിൽ എല്ലാ മലകളും ഇവിടെയൊക്കെ പോയി എല്ലാ ഇടങ്ങളിലും ഇപ്പം എല്ലായിടത്തും ചെല്ലുമ്പോൾ കൊച്ചമ്മയ്ക്ക് അമ്മേനേറ്റ് പറഞ്ഞിട്ടുണ്ട്. കൊച്ചമ്മ, ഹല്ലേലൂയ, ഇതെല്ലാം കേൾക്കുന്ന ഞാൻ ഓർക്കും, കർത്താവേ, എൻ്റെ അമ്മയ്ക്കറിയാമായിരുന്നോ ഇത്രയും മനുഷ്യരോട് സുവിശേഷം പറയാൻ? അല്ല, അവസാനം വരെ പറയുന്ന എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലടി, ഞാനെടുത്ത വേദോസം എടുത്ത നീയെങ്കിലും ചെയ്യ. നമ്മൾ ചെയ്തതിലും അധികം നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യാൻ അഭ്യസിപ്പിക്കാൻ. ഹല്ലേലൂയ. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ വിടാനും എല്ലാം കരയുന്ന, ഇന്നലെ വന്ന് പ്രാർത്ഥിക്കാൻ പലരും വന്ന് എഴുതിയിട്ടുണ്ട്, ജോലി അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ കിട്ടും, നല്ലതാ. പക്ഷേ ദൈവത്തിന് നമ്മളെ കൊണ്ട് അവിടെ അയക്കണമോ? എൻ്റെ അമ്മ പ്രസംഗിച്ച് നടന്നത്, കർത്താവെ, അമേരിക്കയിലൊന്നും എൻ്റെ തലമുറ വിടല്ലേ, സുവിശേഷം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞത് അവിടുത്തെ പണമാണ്. അതുകൊണ്ട് എൻ്റെ അമ്മയോട് കാര്യമായി ദൈവം സംസാരിക്കേണ്ടി വന്നു. ഞങ്ങളുടെ വിവാഹാലോചന വന്നപ്പം എന്താണെന്നറിയാമോ, എൻ്റെ അമ്മ ബുദ്ധിയുള്ള ഒരു അമ്മയായിരുന്നു. ദൈവത്തിൻ്റെ വേല ചെയ്താൽ ബാക്കിയുള്ളതെല്ലാം ദൈവം തരും. പക്ഷേ വിശ്വസ്തത ആചരിക്കണം. വിശ്വാസത്തിനൊരു പോരുണ്ട്. ആമേൻ. അനേകർ പട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ത്യകാലത്ത് യേശു അവസാനമായി യേശുവിൻ്റെയും തിമത്യോസിനെയും പറയുന്നത്, നിനക്കൊത്തിരി വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ട് തിമത്യോസേ, നിജപുത്രനായ അവനോട് അവസാനമായി എഴുതുന്നത്, നിന്നോടൊത്തിരി പ്രവാചകന്മാർ വന്ന് പ്രവചിച്ച് എഴുതിയതും റെക്കോർഡും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അതൊന്നും നടപ്പാകാതിരിക്കാൻ നിനക്കെതിരെ അവൻ ചെയ്യുന്ന ഒരു ദുഷ്ടശക്തി തിരിച്ചറിഞ്ഞുകൊള്ളുക. എന്തുകൊണ്ടെന്നറിയാവോ അവരൊക്കെ വീണുപോയത്? 1 തിമത്യോസ് 6:10 മുതൽ 12 വരെ. 1 തിമത്യോസ് 6:10 മുതൽ 12 വരെ. പ്രൈസ് ദി ലോർഡ്. അതെ, കുറച്ചുകൂടെ കേൾക്കേണ്ടതാണ്. ദ്രവ്യാഗ്രഹം സകലവിധ മൈക്കുള്ളവർ വായിക്കണേ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ടു വിശ്വാസം വിട്ടുഴന്നു ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പോര് ചെയ്യേണ്ടത് നമ്മൾ മനുഷ്യരാകുമ്പോൾ എനിക്ക് നിങ്ങളുടെ കാര്യം അറിയത്തില്ല, ഇച്ചിരി പണമൊക്കെ കിട്ടുന്നത് എനിക്കും ഇഷ്ടമാണ്. ഇവിടെ ഇഷ്ടമില്ലാത്തവരുണ്ടോ? നമുക്കെല്ലാം ഉണ്ട്. പക്ഷേ ദൈവത്തെക്കാട്ടിലും, ദൈവം വിളിച്ച വിളിയെക്കാട്ടിലും കൂടുതൽ പണത്തെ സ്നേഹിക്കരുത്, നിന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കരുത്. കാരണം അന്ത്യകാലത്ത് സ്വസ്നേഹികളും ദൈവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അപ്പരമ്മയെ അനുസരിക്കാത്തവരും ഒക്കെ ഉണ്ടെന്ന് 1 തിമത്യോസ് 3 പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് അനേകര് വിശ്വാസത്തിൽ ത്യജിക്കപ്പെട്ട ഇടയായത്. അത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് തീരുമാനിക്കണം, കർത്താവെ, അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെക്കാട്ടിൽ കൂടുതൽ ഞാൻ എന്തെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അതറിയാൻ നിങ്ങൾ എത്ര മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട്? എന്നാൽ എത്ര മണിക്കൂർ ആ സെൽഫോണിൽ വാച്ച് ചെയ്യുന്നുണ്ട്?
എന്നോടൊന്ന് പറയട്ടെ, ഏറ്റവും കൂടുതൽ ദിവസവും കേൾക്കുന്നതും കാണുന്നതും എന്തുവാണെന്ന് അവരോട് ചോദിച്ചാൽ മതി. ദൈവത്തെക്കുറിച്ചാണോ കേൾക്കുന്നത്? ദൈവത്തെക്കുറിച്ചാണോ കാണുന്നത്? ദൈവത്തെക്കുറിച്ചാണോ ധ്യാനിക്കുന്നത്? എങ്കിൽ പണം അല്ലെങ്കിൽ ലോകമാണ് നമ്മുടെ ദൈവം. കാരണം യേശു ചോദിച്ചു, പത്രോസേ, 26-ാം അധ്യായത്തിനകത്ത് തൊട്ട് പറയുക, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇരുന്ന് എന്ത് പറയണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിനോരോട് ചോദ്യം ചോദിച്ചു. എന്താണ്? ഹല്ലേലൂയ. ആ ഭാഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഒന്ന് വായിച്ചാട്ടെ. 26-ന്റെ മുതലുള്ള വാക്യങ്ങൾ. മത്തായി 26-39 മുതൽ. അതിനകത്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട്. 3 പുസ്തകങ്ങളിൽ സുവിശേഷങ്ങളിൽ കാണും. എങ്കിലും പ്രാർത്ഥനാ ജീവിതം ഇത് കഴിഞ്ഞിട്ട് അരമണിക്കൂറേ പ്രാർത്ഥിക്കുന്നുള്ളവർ 1 മണിക്കൂറാക്കണം. ആമേൻ. കർത്താവ് കൊയ്ത്ത് വരുന്നു, അതിനു വേണ്ടി. ആമേൻ, ഹല്ലേലൂയ. കൊയ്ത്തിൻ്റെ ഉടയവനാ പറയുന്നത്. നിങ്ങൾക്കതിനകത്ത് വയലിൽ ആമേൻ അധ്വാനിക്കണമെങ്കിൽ, ആമേൻ, ഒന്ന് വായിച്ചാട്ട്. ആ 40-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. പത്രോസിനോട് യേശു ഇച്ചിരി കഠിനമായിരുന്നില്ലേ? എല്ലാവരും ഉറങ്ങുമായിരുന്നു. പാവങ്ങൾ രാവിലെ മുഴുവൻ യേശുവിനൂടെ നടക്കുകയായിരുന്നു. ആമേൻ. എന്നാലോ അവൻ്റെ ഏറ്റവും ഭാരമുള്ള സമയത്ത് യേശു അവരോട് പങ്കുവച്ചു. എൻ്റെ ഹൃദയം വല്ലാതെ, ഹല്ലേലൂയ, നൊന്ത് കലങ്ങുന്നു. നമുക്കൊന്ന് പോയി പ്രാർത്ഥിക്കാം. കാരണം യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ നിമിഷങ്ങളാണ്. ഇന്നിവിടെ വിളിച്ചു പറയുന്നത്, ഇനിയുള്ള ഉണർവ് ഇനി നടക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ ആമേൻ ശക്തി കൊണ്ടാണ്. അന്ധകാര ശക്തിക്കും അറിയാം ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. ആമേൻ, ഒരു ഉണർവ് നടത്താൻ പോവുകയാണെന്ന്. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഉറക്കത്തിൻ്റെ സ്ലംബർ സ്പിരിറ്റ് ഒന്ന് പോയി വായിച്ചാൽ മതി. ഐസയ്യ 56-10 എന്താണ്? കാവൽക്കാർ ഉറങ്ങുന്നു. ഹല്ലേലൂയ. ബൈബിൾ എടുക്കുമ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് ഉറക്കം വരുന്നത്. പ്രാർത്ഥിക്കുമ്പോഴും ആരാധനയ്ക്ക് വരുമ്പോഴും നല്ല സുഖമല്ലേ, ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ കിട്ടുമ്പോൾ. ഹല്ലേലൂയ. അതുകൊണ്ട് അത് നമുക്കറിയാം. പക്ഷെ മനസ്സിലാക്കിക്കോണം, ഉറക്കുമ്പോൾ എനിക്കെങ്ങനെയാണെന്നറിയാവോ? എൻ്റെ കുഞ്ഞുങ്ങളാണ് മനസ്സിലാക്കിയത്. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുണ്ട്. ഓടി കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി 10 മണിയാകുമ്പോഴത്തേക്ക് കുടുംബ പ്രാർത്ഥന അച്ചായൻ പറഞ്ഞിട്ടുണ്ട് നടത്തണമെന്ന്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും രാവിലെ എല്ലാം ഓടി നടക്കുകയായിരിക്കും. ചർച്ചിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അടുക്കളയെ ഊണുമെല്ലാം കൊടുത്ത് പാത്രം കഴുകി അങ്ങോട്ട് വന്നിരിക്കുമ്പോഴായിരിക്കും അന്നത്തെ ദിവസം ഒന്ന് ഇരിക്കാൻ കിട്ടിയത്. സഹോദരിമാരായ നമുക്കറിയാം, പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴായിരിക്കും അന്നത്തെ ദിവസം ഒന്ന് ആകെ ഒന്ന് സ്വസ്ഥമായിരിക്കുന്നത്. അന്നേരമാണ് ഒരു ദിവസം അച്ചായൻ ചോദിച്ചു ഒന്ന് പ്രാർത്ഥിക്കാൻ. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നല്ലതായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു. ഇവരെല്ലാം പടമെടുത്തു. ഉറക്കത്തിലാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ മമ്മി ഒരു വാക്ക് പോലും തെറ്റിയിട്ടില്ല. അന്നേരം എനിക്ക് മനസ്സിലായത്, നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ ഉറക്കത്തിലും പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഉറക്കം തൂങ്ങിയുള്ള പ്രാർത്ഥനയാണെങ്കിൽ മേൽക്കൂരയുടെ അപ്പുറം എത്തുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, ഉത്തരം കിട്ടാത്തതിന്റെ കാരണം ശ്രദ്ധേറിയ പ്രാർത്ഥനയല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശത്രുവിൻ്റെ ശക്തി ദേശത്ത് വ്യാപരിക്കുവാൻ
കാരണമായിരിക്കുന്നത് ദൈവമക്കളായിരിക്കുന്നത് ഉറങ്ങിയൊക്കെ ഇരിക്കുക. ഹല്ലേലൂയ. ഈ ഭാഗം എന്നോട് എടുത്ത് പറയാൻ പറഞ്ഞു. നല്ല വേറെ വിഷയങ്ങളൊന്നും നല്ല ആത്മാവിൽ കത്തുന്നൊന്നുമല്ല ഇതാ പറഞ്ഞത്. കാരണം ഇവിടെ ഒരു കൊയ്ത്തുണ്ട്. കൊയ്ത്തിൻ്റെ ഉടയവൻ പറയുന്നത് ഇത് എവിടാന്നറിയാവോ? മുളയ്ക്കുന്നത് ഉദലജാരക നിങ്ങളുടെ പ്രാർത്ഥന മുറിയില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഒളിപ്പോരാളികളാ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ മണ്ഡലം നിങ്ങളെ കാണിക്കും. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? എഴുന്നേൽക്കുമ്പോൾ ഏത് വീട്ടിലാണ് ട്രാക്സുമായിട്ട് പോകേണ്ടത്? ആരാണ് വേദനയിൽ കഴിയുന്നെന്ന് ആത്മമണ്ഡലം തുറക്കും. ഹല്ലേലൂയ. യുദ്ധത്തിന് പോയ ദെബോറായും യായേലും, ദെബോറായും ബാരാക്കും യുദ്ധം ചെയ്തു. പക്ഷേ യുദ്ധം പോയി നോക്കിയാൽ മതി. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 4 മുതൽ വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കാണാം. നിങ്ങൾക്ക് കഥ അറിയത്തില്ലെങ്കിൽ യുദ്ധത്തിന് അവർ പോയി. ശത്രു ഓടാൻ തുടങ്ങി. 20 വർഷമായി ആർക്കും ഒതുക്കാൻ കഴിയാത്തതാ. ആമേൻ, ഹല്ലേലൂയ. ഒരു സഹോദരിയെയും ഒരു സഹോദരനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. അവർ യുദ്ധം ചെയ്തു. എങ്കിലോ അവരുടെ കയ്യിൽ നിന്ന് പാളി ഓടാൻ നോക്കുമ്പോൾ കൂടാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആമേൻ ആത്മമണ്ഡലം അറിയുന്ന ഒരു യായേലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അന്ന് ടെലിഫോണൊന്നുമില്ലായിരുന്നു, ടെക്സ്റ്റ് മെസ്സേജ് ഒന്നുമില്ലായിരുന്നു. പറഞ്ഞു ശത്രു ഓടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. ആത്മാവ് പറഞ്ഞു. അവൾ ഹല്ലേലൂയ കൂടാരത്തിൻ്റെ വെളിയിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം അവനെ വിളിച്ചു കയറ്റി ഹല്ലേലൂയ അവനെ ഇല്ലാതാക്കിയത് കൂടാരത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന സ്ത്രീകളിൽ ഭാഗ്യവതി എന്ന് പറഞ്ഞത് എന്തെന്നറിയാവോ? ദൂതന്മാർ അവരുടെ കൂടെ യുദ്ധം ചെയ്തു. ദൈവം അവരുടെ കൂടെ യുദ്ധം ചെയ്തു. ആ മുട്ടിന്മേൽ നിൽക്കുന്ന ദൈവജനത്തിനു വേണ്ടി ദൈവം ഈ നാളുകളിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഒരാത്മ പോരാട്ടം. ആമേൻ. തിമോത്തിയോസിനോടും ഈ പത്രോസിനോട് പറയാൻ കാരണം എന്താണ്? എല്ലാവരോടും. കാരണം പത്രോസിനെ യേശുവിന് നല്ലതായിട്ടറിയാം. ലൂക്കോസ് 5-ാം അധ്യായത്തിനകത്ത് ആദ്യമായി യേശു പത്രോസിനെ കാണുമ്പം ആ പടയിതാ വലയിറക്കാൻ പറഞ്ഞപ്പോൾ എന്തുവാണ് പറഞ്ഞത്? രാത്രി മുഴുവനും. അന്നേരം രാത്രി മുഴുവനും അധ്വാനിക്കാൻ അറിയാവോ? ഇതിനകത്ത് എത്ര പേര് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്? രാത്രിയിൽ പകൽ നടക്കാത്ത പല കാര്യങ്ങൾ. മക്കൾ ആശുപത്രിയിലാണെങ്കിലും പ്രസവത്തിനാണേലും രാത്രി മുഴുവൻ ഇരിക്കാൻ അമ്മമാരെ നമുക്ക് കഴിയത്തില്ലയോ? എന്താ പ്രാർത്ഥിക്കാൻ ഇപ്പം കഴിയാത്തത്? ചില ആമേൻ കുഞ്ഞുങ്ങളെ ആത്മീയ ഹല്ലേലൂയ ആത്മാക്കളെ നേടുവാൻ ഈ ദിവസങ്ങളിൽ ആത്മഭാരത്തോടെ പ്രസവ വേദനയോടെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. അതുകൊണ്ടാണ് യെശയ്യാവ് അവസാനം എഴുതിയേക്കുന്ന 66-ാം അധ്യായത്തിനകത്ത് ഒരു രാജ്യം ഒരു ദിവസം കൊണ്ടുണ്ടാകുമോ? ഒരു ദിവസം മതി കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. അഹരോന്റെ വടി. ആമേൻ. ഹല്ലേലൂയ. 12 ഗോത്രത്തിന്റെ വടി. 11 ഗോത്ര തലവന്മാരുടെ പേരെഴുതിയാ വെച്ചേക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന ഗോത്രമെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വടിക്ക് ഗോത്രത്തിൻ്റെ പേരൊന്നും പറയാനില്ല. അവൻ്റെ വടിയുടെ പേര് അഹരോന്റെ വടി. നിനക്കൊന്നും പറയാനില്ലേലും നിന്റെ ഗോത്രങ്ങളോ കുടുംബമോ പഠിത്തമോ ഒന്നും പറയാനില്ലേലും പേര് മാത്രമേ കാണത്തുള്ളെങ്കിലും ഒരു രാത്രിയും കൊണ്ട് ദൈവ സന്നിധാനത്തിൽ ദൈവം തെരഞ്ഞെടുത്തത് ഒറ്റ രാത്രിയും കൊണ്ട് അത് കളിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസിനറിയാമായിരുന്നു രാത്രി മുഴുവൻ അധ്വാനിക്കുന്നത്. പക്ഷെ നമുക്കറിയാം പത്രോസ് യേശു പറഞ്ഞു ഉറങ്ങിയിരുന്ന. ഹല്ലേലൂയ. അവിടെ പോയിച്ചാൽ അറിയാം. നിങ്ങളെല്ലാവരും
നിങ്ങളെ എന്നെ ഇട്ടേച്ച് പോകുന്ന സമയമുണ്ടോ? ഇല്ല. ഞാനോ, എനിക്ക് അഭിഷേകമുണ്ട്, ഞാൻ സ്നാനപ്പെട്ടതാ, എൻ്റെ വല്യപ്പച്ചൻ ഇന്ന ആൾ, എൻ്റെ അമ്മ മേരിക്കോവൂരാണ്, എൻ്റെ ഹല്ലേലൂയ ദേശം പോയതാ, അതുകൊണ്ട് ഞാൻ താഴെ വീഴത്തില്ല. ഈ അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവ് നിൽക്കുന്നവൻ തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. ഈ നാളുകളിൽ ശത്രു ഉന്നം വെച്ചിരിക്കുന്നത് വിളിയുള്ളതിനെയും വാഗ്ദത്തം ചെയ്തതിനെയും ദേശത്ത് ദൈവം കൊണ്ടാക്കിയത് നിന്നെ തെരഞ്ഞെടുത്ത അഹരോന്റെ വടിയാണ്. നിന്റെ വടി തളുക്കാതിരിക്കാൻ ശത്രു നോക്കും. അതിന് ആവശ്യമായിരിക്കുന്നത് പ്രാർത്ഥന. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സമയം കടന്നു പോകുന്നല്ലോ. തിമത്യോസ് 2 തിമത്യോസിലേക്ക് വരുമ്പോൾ 3:7 മുതൽ ഒന്ന് വായിച്ചാട്ടെ. 2 തിമത്യോസ് 1:2 അധ്യായത്തിലേക്ക് വരുമ്പം രണ്ടാമത് എഴുതുന്ന ബുക്കിനകത്ത് ഹല്ലേലൂയ തിമത്യോസിനോട് പറയുകയാണ്, നിജപുത്രനാ, പക്ഷേ അവൻ്റെ വാഗ്ദത്തമൊക്കെ കിട്ടിയത് അവൻ നല്ല പാരമ്പര്യമുണ്ട്. സോ അതിൻ്റെ അർത്ഥം എന്തെന്നറിയാവോ? വിശ്വാസം കണ്ടേജസാണ്. നമുക്കറിയാം കണ്ടേജസില. നമുക്ക് കോവിഡ് വന്നപ്പം തൊട്ടാൽ മതി, അവരുടെ മുറിയിലെങ്ങാണം പോയാൽ മതി, അടുത്ത് പോയാൽ മതി. വിശ്വാസം അതുപോലെ കേട്ടോ. നിന്നെ ഒന്ന് കണ്ടാൽ മതി. നിന്റെ വിശ്വാസം കാണുമ്പോണ്ടല്ലോ നിനക്ക് ഒന്ന് വിശ്വസിക്കണമെന്ന് തോന്നും. അല്ല, നിന്റെ തലമുറയ്ക്ക് തോന്നും. എൻ്റെ അമ്മ വിശ്വസിച്ചു. അമ്മ പ്രശ്നങ്ങളുടെ നടുവില് അവിടെ ഇവിടെ ഓടിയില്ല, പ്രവാചകന്മാരുടെ പുറകിൽ പോയില്ല. അമ്മ പോയത് എവിടാന്നറിയാവോ? പ്രാർത്ഥനാ മുറിയില്. ഞങ്ങൾ നാട്ടിൽ വരുമ്പം ഈ പ്രാവശ്യം ഞാൻ പോയില്ലേ, പോകാൻ ആഗ്രഹിക്കും. 2-ാം തീയതി എൻ്റെ അമ്മയും പിതാവും ആമേൻ ഹല്ലേലൂയ താമസിച്ച ഭവനത്തിൽ ഞാൻ കയറി തുറക്കാൻ പറയുന്നത് എന്തെന്നറിയാവോ? ഹല്ലേലൂയ, എൻ്റെ അമ്മ പ്രാർത്ഥിച്ച കസാറ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് പറയും, എൻ്റെ മാതാപിതാക്കളുടെ ദൈവമേ, അവർ വിശ്വസ്തയോടെ ഓടിയതുപോലെ ഞങ്ങൾക്ക് ഓടാൻ ഇടയാക്കണമേ. ആമേൻ. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നത് എൻ്റെ മോൻ കണ്ടു. മൂത്തവൻ, അവൻ വിവാഹം കഴിഞ്ഞിട്ട് വീട് മേടിച്ചപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചത്, മമ്മിയുടെ പ്രാർത്ഥിക്കുന്ന ചെയറൊന്ന് തരാമോ? അന്നേരം എനിക്ക് തോന്നി, എൻ്റെ പ്രാർത്ഥിക്കുന്ന എനിക്കിഷ്ടമുള്ള ചെയറാ. അച്ഛൻ പറഞ്ഞു, നീ അങ്ങ് കൊടുക്കും, ഞാൻ വേറെ ചെയർ മേടിച്ചു തരാം. ഞാനങ്ങ് കൊടുത്തു. എൻ്റെ പ്രാർത്ഥിക്കുന്ന ചെയറായുണ്ട്. നീ വേറെയൊക്കെ എടുത്തോണ്ട്. ഇല്ല മമ്മി, ഈ നീല ചെയർ എനിക്ക് വേണം. ആമേ. പല പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ മമ്മി ഇങ്ങ് വന്നേ, മമ്മി പ്രയാസപ്പെടണ്ട, ആ കസാറ എവിടാ ഞാൻ ഇട്ടേക്കുന്നറിയാവോ? എൻ്റെ ഹല്ലേലൂയ അവൻ്റെ ക്ലോസറ്റിൽ ആ ചെയർ ഇട്ടിട്ടുണ്ട്. മമ്മി വിഷമിക്കണ്ട, ഞാൻ ഈ കസാറയിൽ ഇരുന്ന് മമ്മിയുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിന്നെ നോക്കുന്ന ഒരു തലമുറ ലോകമുണ്ട് കേട്ടോ. നിന്റെ പ്രാർത്ഥനാ ജീവിതം എങ്കിൽ എനിക്ക് നല്ലതായൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നീ ഭാരപ്പെടേണ്ട. നിന്നെ നടത്തിയവൻ നിന്റെ തലമുറയെ നടത്തിക്കൊള്ളും. ശത്രുവെ, നീ ജയിക്കാൻ പോകുന്നില്ല. കാരണം നിന്റെ യുദ്ധം എന്തെന്നറിയാവോ? ഈ ടാമറിൻ കൊണ്ട് നടക്കുന്ന എന്തിനാണെന്നറിയാവോ? ആമേൻ ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്ന സമയമില്ലാത്തതൊന്ന് പോയി വായിക്കണം. നിജപുത്രനായ എന്നോട് ഞാൻ കണ്ണുനീരോടെ ഓർക്കുന്നു. ഹല്ലേലൂയ, രാവും പകലും പൗലോസ് ഓർക്കുന്ന എന്താണെന്നറിയാവോ? തിമത്യോസിൻ്റെ കണ്ണുനീര്. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് ഓർക്കുമ്പം നമ്മുടെ കുഞ്ഞുങ്ങളോ, ആമേൻ ഹല്ലേലൂയ, നമ്മുടെ പാസ്റ്റർമാരോ, ഹല്ലേലൂയ, സഭായോഗത്തിന് വരുമ്പോൾ ഉറക്കം തൂങ്ങുന്ന കൊച്ചമ്മയായിട്ടാണോ? ഹല്ലേലൂയ. അതോ വന്നിരിക്കുമ്പോൾ മുതൽ
ദൈവസന്നിധാനത്തിൽ നിലവിളിക്കുന്ന ഒരു മാതാവായി പിതാവായി നീ തീരട്ടെ. അല്ല, നിന്റെ കണ്ണുനീരും കൊണ്ട് വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കറ്റയും ചുമന്നുകൊണ്ട്, ഹല്ലേലൂയ, ചുമ്മാതല്ല വരുന്നത്, ആർപ്പോടെ കറ്റയും ചുമന്നുകൊണ്ട്. 126 സങ്കീർത്തനം 5-6 നീ ഭയപ്പെടേണ്ട, നീ സന്തോഷത്തോടെ കറ്റയും ചുമന്നുകൊണ്ട് വരും. അത് കുഞ്ഞുങ്ങളുടെ വിഷയമാണേലും നിന്റെ ആരോഗ്യത്തിൻ്റെ വിഷയമാണേലും ആരോടും പറയണ്ട. നിന്നെ രഹസ്യത്തിൽ അറിയുന്നവൻ പരസ്യത്തിൽ തരും കേട്ടോ പ്രതിഫലം. രഹസ്യത്തിൽ. ഇന്ന് സൂം മീറ്റിംഗ് ഉണ്ട്, പ്രേയർ ലൈനുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നീ സൂം മീറ്റിങ്ങിനെക്കാട്ടിലും ഈ പ്രസംഗത്തെക്കാട്ടിലും കൂടുതൽ പ്രാർത്ഥന കുറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഹല്ലേലൂയ. കർത്താവിനെ സേവിക്കുന്നു, സ്നേഹിക്കുന്ന ഒരു കർത്തദാസനെ തന്നുകൊണ്ട് ബാലൻസിൽ കർത്താവിനെ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന അതുകൊണ്ട് ചെക്ക് ചെയ്യാൻ ഇടയാക്കും. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് എത്ര നേരം പ്രാർത്ഥിച്ചെന്ന്. കാരണം കൃപ നിൽക്കുന്നത് കർത്താവിൽ നിന്ന് പ്രാപിച്ചത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. യു ആർ എ മെസ്സഞ്ചർ. അതുകൊണ്ട് കർത്താവിനെ ഉയർത്തി കാണിക്കാൻ നമ്മൾ ബന്ധപ്പെടട്ടെ. അത് കഴിഞ്ഞ് ഒരു കാര്യം കൂടെ ഞാൻ നിർത്തുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന കണ്ണുനീരിൻ്റെ കാര്യം പറയാമല്ലോ. പിന്നെന്താണെന്നറിയാവോ? ഹല്ലേലൂയ. നീ കണ്ണുനീരും കൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് ഓർക്കുന്ന ഒരു കാര്യം, നിൻ്റെ അമ്മയുടെ നിന്നും ആ വല്യമ്മയിൽ നിന്നും 2-ാം അധ്യായത്തിൻ്റെ 1:5 ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഹോംവർക്ക് തന്നിട്ടുണ്ട്. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോയിസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അയ്യോ സിസ്റ്ററെ, ഈയിടെ എന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ കൊച്ചിനെ വളർത്തിയപ്പോൾ സിസ്റ്റർ ഒന്ന് വരണ്ടായിരുന്നു. ഇതെല്ലാം എനിക്കറിയത്തില്ലായിരുന്നു. സാരമില്ല, വല്യമ്മയിൽ നിന്നും തുടങ്ങാം കേട്ടോ. ഈ കൊച്ചു കൈ കിട്ടുമല്ലോ, പ്രാർത്ഥിച്ച് തുടങ്ങാം. ബൈബിള് ഹല്ലേലൂയ കുറച്ചു നേരം വിടുമല്ലോ, പോകുന്നതിനകം ഒരു വാക്യം പഠിപ്പിച്ചു വിട. ഹല്ലേലൂയ. അന്നേരം ക്ഷീണിച്ചു വരുന്ന ദൈവത്തെ അറിയാത്ത നിന്റെ മക്കളോട് നിന്റെ കൊച്ചു മക്കൾ പറഞ്ഞു കൊടുക്കും. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്തെന്നറിയാവോ? ആമേൻ. ഹല്ലേലൂയ. കൃപ. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്നു നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു കാലത്ത് പ്രവചിക്കുന്നവര്, ഒരു കാലത്ത് ദർശനങ്ങളും സ്വപ്നങ്ങളും കണ്ടവര്, വാർദ്ധക്യത്തിലുള്ളവർ ഇനിയും സ്വപ്നം കാണും. എങ്കിൽ നിന്റെ കൃപാവരം ജ്വലിപ്പിക്കുവാൻ ഈ ദിവസം ദൈവസഭയ്ക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. എല്ലാത്തിനെക്കാട്ടിലും അധികമായി പ്രവചന ജീവിതങ്ങൾ കയറി വരുമ്പോൾ ആത്മാവിൽ കണ്ടു പറയുവാൻ ദൈവം എല്ലാവരെയും, ഒരു കൃപാവരത്തിനും ചുമ്മാ കുറെ സഭയൊന്നല്ല, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ഒരു സഭകൾ നമുക്ക് അടിമാലിൽ വേണം. ഹല്ലേലൂയ. ജ്വലിപ്പിച്ചെടുക്കണം. അത് മാത്രമല്ല, യൂദായുടെ ലേഖനത്തിൽ അനേകർ വീണുപോയ ലൈനുകളുണ്ട്. അതിൻ്റെ യൂദ 1:3 നമുക്ക് പൊതുവെയുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. നമ്മുടെ അത് മതി. ഈ പോരാട്ടം ചെയ്യാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവരോട് അടിയുണ്ടാക്കുന്ന കാര്യമല്ലെന്ന് പറയുകയായിരുന്നു. എഴുതല്ല സഭ പഠിക്കേണ്ടത്. അതിവിശുദ്ധ വിശ്വാസത്തിനായി ഒരിക്കലായി നിന്നെ ഏൽപ്പിച്ചതിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി. ഒരു സഭയ്ക്കകത്ത് അടിയുണ്ടായ വേണോ സഹോദര, എടുത്തോണ്ട് പോ, ദൈവം എനിക്ക് വേറെ സഭ തന്നോളും. ആമേൻ. ഹല്ലേലൂയ.
എന്തെന്ന് വെച്ചാൽ ഭവനത്തിലാണേലും കൊടുക്ക. കർത്താവ് ഹല്ലേലൂയ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു മനുഷ്യനല്ല. ഒരു മനുഷ്യനും നിന്റെ അനുഗ്രഹം തടച്ചു വെക്കാൻ കഴിയുകയില്ല. ആര് തടഞ്ഞാലും ദൈവം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ പ്രതികൂലം ആര്? പക്ഷേ ഈ അതിവിശ്വസ്ത വിശ്വാസം എങ്ങനാ പോരാടേണ്ടെന്ന് 20-21 വായിച്ചു. യൂദാ 1:20-21. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ കുറച്ചുകൂടി ഇരുന്ന് വായിക്കേണ്ടതാ ഇതൊക്കെ കേട്ടോ. ഇത് കമ്പി ഭാഗത്ത് നിങ്ങൾക്ക് ഇട്ട് തരിക. ഇതൊക്കെ എത്ര പേര് എഴുതിയെടുത്തു? ഇനിയും ബൈബിൾ ദൈവസന്നിധാനത്തിൽ ദേവാലയത്തിൽ വരുമ്പോൾ ഒരു നോട്ട്ബുക്ക് കാണണം. ഞാൻ ഇതും കൊണ്ടാണ് നടക്കുന്നത്, ഇതും കൊണ്ടാണ് അടുത്ത് കിടക്കുന്നത്. കാരണം രാത്രി കിടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പറയുന്നത്. എഴുതിയിടണം. കാരണം കർത്താവ് സംസാരിച്ചുകൊണ്ടേ. പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതമാണ്. പ്രാർത്ഥിക്കുന്നവര് ദൈവമായിട്ട് കാത്തിരിക്കണം. അതിനെഴുതിയിടാനായിട്ട് തയ്യാറുള്ളവരുടെ കയ്യിലേ ദൈവം കൊടുക്കത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് നമ്മുടെ രീതിയൊക്കെ മാറണം. കൊച്ചു പിള്ളേർക്ക് വരെ നോട്ട്ബുക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എൻ്റെ പിതാവ് ചോദിക്കും, ഇന്ന് സഭായോഗത്തിൽ കേട്ടത് എന്തുവാ? ഉണ്ണാൻ നേരത്തെ ഞങ്ങളുടെ കോൺവെർസേഷന് അന്നത്തെ പ്രസംഗം പറയണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവവചനം ഒന്ന് കേട്ടാൽ എൻ്റെ അച്ഛൻ പറയും, അവളോട് പറഞ്ഞ മറക്കത്തില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ അതുപോലെ ട്രെയിൻ ചെയ്തത്. അപ്പ ചോദിക്കുമെന്ന് ഓർത്ത് ഇതെല്ലാം പിടിച്ചു വെക്കും. ഇപ്പം അത് സഹായമാണ്. നിൽക്കുമ്പോൾ ഇങ്ങനെ തരുമ്പം ഹല്ലേലൂയ എവിടാന്നുള്ളത് അറിയാവുന്നതിൻ്റെ കാരണം കൊച്ചിലെ ബാലൻ നടക്കേണ്ട വഴി അഭ്യസിപ്പിക്കുക. അതെങ്ങനെയാ പ്രാർത്ഥന? ഏലിയുടെ അമ്മ ഹന്നായ ശമൂവേലിനെ ചുമ്മാ കൊണ്ടുപോയി ആലയത്തിൽ കിടത്തുകയല്ലായിരുന്നു. ആലയത്തിനകത്ത് ഏലിയുടെ മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. അവർ കിടക്കുന്നതൊക്കെ വേറെ സ്ഥലങ്ങളിലായിരുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നാലോ പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മകൻ എവിടാ കിടന്നത്? പെട്ടകത്തിന്റെ അടുത്ത് നിന്റെ പൈതല് കിടക്കുന്നത് ദൈവത്തിന്റെ സന്നിധാനത്തിലാണ് എങ്കില് ദൈവ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. പിന്നെ എന്തെന്നറിയാവോ? ഈ ആത്മയുദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നല്ലോ. എന്തുവാണ്? ഒരു കാര്യം കൂടെ ചോദിച്ച് എന്നെ പരിശുദ്ധാത്മാവ് ചോദിക്കാൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എത്ര നേരം ആത്മാവിൽ ആരാധിക്കും? യുദ്ധത്തിന് പോരാട്ടത്തിന് എഫേസ്യർ 6 വായിക്കണം. 10 മുതൽ വായിച്ചാൽ കർത്താവിലും പിന്നെ ദൈവത്തിൻ്റെ സർവായുധവർഗമൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 16-ാം വാക്യം എന്താണ്? വായിക്കണേ. 16-ാം വാക്യം. എങ്ങനത്തെ തീയമ്പ? വിശ്വാസം എന്ന പരിചയം എങ്ങനത്തെ ആയിരിക്കണം? എല്ലാറ്റിനും ഇതേ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തു. സാധാരണ വിശ്വാസം പോരാ. ശത്രുവിന്റെ തീയമ്പുകളെ കെടുത്തുന്ന വിശ്വാസം. അതുകൊണ്ടാണ് തിമത്തിയോസിനോട് പറഞ്ഞത്. തിമത്തിയോസ് ഇച്ചിരി വയറിന് പ്രയാസമുള്ളതും ഹല്ലേലൂയ ഇച്ചിരി ഭയമൊക്കെ ഉള്ള ആളായിരുന്നെന്ന് തോന്നുന്നു വാക്യങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പം. ആമേൻ. അതുകൊണ്ട് തിമത്തിയോസിനോട് പ്രത്യേകം പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, വിശ്വാസവും ശക്തിയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയന്നിരിക്കുകയല്ല. ദുഷ്ടൻ അയക്കുന്നത് തീയമ്പാണ്. നിന്റെ ഓരോ പോരാട്ടത്തിലും നിന്നെ ഇല്ലാതാക്കുവാന്, നിന്റെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുവാന്, നിന്റെ ആരോഗ്യത്തെ ഇല്ലാതാക്കുവാന്, നിന്റെ വിശ്വാസം ആ തീയമ്പുകളെ കെടുത്തുന്നതായിരിക്കണം. ആത്മമണ്ഡലത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ശത്രുവിൻ്റെ പോരാട്ടം അറിയത്തുള്ളൂ.
അതുകൊണ്ട് ആത്മാവിൽ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവും കൊണ്ട് പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് ഈ പരിചയം എല്ലാം പറഞ്ഞിട്ട് പിന്നെ പറയുന്ന 17-ാം വാക്യത്തിനകത്ത് എഴുതിയേക്കുന്നത്, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അന്നേരം എല്ലാത്തിനും അപ്പുറമായിട്ട് എന്തുവാണ്? കമോൺ, ആത്മാവിൽ. അതുകൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിന് ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ അന്യഭാഷകളിൽ ഹെവൻലി ലാംഗ്വേജ് ഇല്ലാത്തവർ, ഞാൻ പാസ്റ്ററോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇതിനകത്തൊരു പരിശുദ്ധാത്മാ ശക്തിക്ക് വേണ്ടി ജനത്തെ കൂട്ടി വരുത്തണം, കൃപാവരങ്ങളുള്ളവരായിരിക്കണം. ഇല്ലേ സഭ വളരാൻ പോകുന്നില്ല. സഭ വളരുന്നത് ആത്മാവിൻ്റെ ഹല്ലേലൂയ നടത്തിപ്പിലും ശക്തിയിലുമാണ്. അതിനായി കാത്തിരിക്കണം. കാരണം ഹല്ലേലൂയ ആത്മാവിൽ ആമേൻ കാണുവാനും പ്രാർത്ഥിക്കുമ്പോൾ അരമണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ അരമണിക്കൂർ ആത്മാവിൽ ആരാധിക്കണം. എന്നെ പഠിപ്പിച്ചെടുക്കുന്ന തന്നെയേ ഉള്ളൂ. ആമേൻ. എനിക്കൊരു ടാമറിനുണ്ട് കൊണ്ട് നടക്കുന്നത് അറിയാവോ? ആമേൻ. ഞാൻ എല്ലാ മുറിയിലുമൊക്കെ ആരാധിച്ച് എൻ്റെ മോൻ പറഞ്ഞു എല്ലായിടത്തും കാണാം, എൻ്റെ എല്ലായിടത്തും ഉണ്ട് ടാമറീന്, എല്ലായിടത്തും പൊട്ടിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പം എനിക്കൊരു പൊട്ടാത്തൊരു ടാമറീൻ തന്നിട്ടുണ്ട്. ദിവസവും ദൈവകൃപയാൽ ഞങ്ങൾ കുറച്ചു പേര് ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. ഒരു കൊയ്ത്ത് നമ്മളിൽ കൂടെ ഒരുമിച്ച് നമുക്ക് ആരാധിക്കാം, ആത്മാവിൽ ആരാധിക്കാം, ആത്മാവിൽ ബലപ്പെടാം. ഈ കൊയ്ത്ത് ഒരുമിച്ചാണ് ആത്മാവിന്റെ ശുശ്രൂഷ. ആമേൻ. ഹല്ലേലൂയ. 5 5-fold ഒന്നിച്ച് നിന്ന് ദേശത്തെ പിടിക്കാം. ഇതിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയെ ആത്മാവിൽ ജയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സഭ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അതുകൊണ്ട് അത് വിശ്വസിക്കാം, അതിനായി നമുക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ.